أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الله وعلى آله وصحبه وعلى من اتبع هداه വസല്ലം. പ്രിയമുള്ള പണ്ഡിതരെ, സഹപാഠികളെ, ജംഉൽ ജവാമിയുടെ ക്ലാസ് 15 ആരംഭിക്കാൻ പോവുകയാണ്. ഖബർ വാഹിദ് കൊണ്ട് കിതാബിനെ തഖ്സീസാക്കുക എന്ന ചർച്ചയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പല അഭിപ്രായം അതിൽ പറഞ്ഞു, ബാക്കി പറയട്ടെ. കാരൽ കർഹിമാൻ പറയുന്നത് യജൂദ് ജായിസാകും ഇൻ ഖുസ്സ, ആമിനെ തഖ്സീസാക്കിയാൽ ബി മുൻഫസിലിൻ ഖത്ഇയ്യിൻ ഔ ളന്നിയ്യിൻ, ളന്നിയോ ഖത്ഇയ്യായ മുൻഫസിൽ. മുൻഫസിൽ എന്ന് പറഞ്ഞാൽ സ്വന്തം നിൽക്കാൻ പറ്റും, ആമിനെ പറയേണ്ടതില്ല. അങ്ങനത്തെ മുൻഫസിൽ ഖത്ഇയ്യുമുണ്ട് ളന്നിയുമുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് ആമിനെ തഖ്സീസാക്കുകയാണ് എങ്കിൽ അബ്ബ ഖബറുവായതുകൊണ്ട് തഖ്സീസാക്കാൻ പറ്റുമെന്നാണ് കർഹിമാ പറയുന്നത്. എന്താ അങ്ങനെ പറയാം? ദലാലത്തിഹീനൈദിൻ മുൻഫസില് ഖത്ഇയ്യ് ളന്നിയ്യ് ഇങ്ങനെ പറ്റണമെങ്കിൽ ഖബർ വാഹിദ് തഖ്സീസാക്കാൻ പറ്റണ ആം അറിയിക്കുന്നത് ദഅീഫാണ്, അതിന്റെ ദലാലത്ത് ദഅീഫാണ്. ബിഖിലാഫി മാലം യുഖസ്സ ഔ ഖുസ്സ ബി മുത്തസിൽ, തീരെ തഖ്സീസാക്കിയില്ല അല്ലെങ്കിൽ മുത്തസിൽ കൊണ്ട് തഖ്സീസാക്കി, ഇതിനെതിരെ എന്നാണ്. അപ്പോ ഫൽ ഉമൂമിൽ മുത്തസിലിൽ ഉള്ള ഉമൂം എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്ന അത് ബിന്നദിരിയിലെ ഈ ഫഖത്ത്, അത് മുത്തസിലിന്റെ അഫ്രാദിലേക്ക് മാത്രം നോക്കിയിട്ടാണ് അവിടെ ആമ് തീരുമാനിക്കുക. അപ്പൊ മുത്തസിൽ കൊണ്ട് ഖാസാക്കുക അല്ലെങ്കിൽ തീരെ ഖാസാക്കാതിരിക്കുക, ഇങ്ങനെ വരുന്നതിന് എതിരുന്ന പറഞ്ഞത്. മുൻഫസിൽ കൊണ്ട് ഖാസാക്കിയാൽ തഖ്സീസ് ചെയ്യുകയാണ് എങ്കിൽ ഖബർ വാഹിദോട് പറ്റുമെന്നാണ് പറയുന്നത്. ഇപ്പൊ ഈ അഭിപ്രായം എവിടുന്ന് വരുന്നു എന്നറിയോ? ഹാദാ മബ്നിയുൻ അലാ ഖൗലി തഖദ്ദമ, അലാ ഖൗലിൻ തഖദ്ദമ, മുമ്പ് പറഞ്ഞൊരു വാക്കുണ്ട്, അതിന്റെ മേൽ എടുക്കപ്പെട്ടതാണ് ഈ ഖൗല്. അതെന്താ? അന്നൽ മഖ്സൂസ ബിമാ ലാ യസ്തഖില്ലു, മാ ലാ യസ്തഖില്ലു കൊണ്ട് സ്വന്തം നിൽക്കാത്തത് കൊണ്ട് തഖ്സീസാക്കപ്പെടുന്ന ഒന്ന് ഹഖീഖത്താണല്ലോ എന്നാണ്. ഹഖീഖത്താണല്ലോ എന്ന് വരുമ്പോൾ ബാക്കിയുള്ളിലൊക്കെ എന്താകും? ഫതകൂനു ദലാലതു ഖവിയ്യതൻ, ബാക്കിയുള്ളിലൊക്കെ നല്ല ശക്തിയായിട്ട് വരും അറിയിക്കൽ. അങ്ങനെ വരുമ്പോ ഫലാ യുഖസ്സസു ബിഖബറിൽ വാഹിദി, അപ്പൊ ഖബർ വാഹിദ് കൊണ്ട് തഖ്സീസാക്കേണ്ടതില്ല. ഖബർ വാഹിദ് കൊണ്ട് തഖ്സീസാക്കേണ്ട ആരെങ്കിലും ദഅീഫി, ഖബർ വാഹിദ് ഉള്ളവ തഖ്സീസ് ദുർബലമാണ്. വഖുവ്വത്തു ദലാലത്തിൽ ആമിഹീനൈദിൻ, ആ സമയത്ത് ഖബർ വാഹിദോട് തഖ്സീസാക്കുമ്പോൾ ആമിന്റെ ദലാൽ ശക്തമാണ്. അപ്പൊ അതുകൊണ്ട് ഖബർ വാഹിദിന്റെ ആവശ്യമല്ലല്ലോ ഇവിടെയെന്നാ. അതുകൊണ്ടാണ് മാലായസ്തഖില്ലുകൊണ്ട് തഖ്സീസാക്കുകയാണ് എങ്കിൽ ഹഖീഖത്താണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഖൗലുണ്ട്, അതിന്റെ മേലെടുത്ത് വന്നിട്ടാണ് മുത്തസിലിൽ ഉമൂം എന്ന് പറയുന്നത്. അതിന്റെ അഫ്രാദിലേക്ക് നോക്കിക്കൊണ്ട് അവിടെ ഉമൂം തീരുമാനിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ വരുമ്പോ മുത്തസിലുകൊണ്ട് ഖാസാക്കുകയോ തീരെ ഖാസാക്കാതിരിക്കുകയോ എന്നതിനെതിരെ പറയുമ്പോ മുൻഫസിലുകൊണ്ട് ഖാസാക്കുകയാണ് എങ്കിൽ പറ്റുകളല്ലേ വേണ്ട എന്നുള്ളതാണ് ഈ ഖൗല്. എങ്കിൽ തവഖഫൽ ഖാദി അവറുകൾ ഒന്നും പറഞ്ഞിട്ടില്ല, അബൂബക്കർ ബാഖില്ലാനി അവറുകൾ അനിൽ ഖൗലി ബിൽ ജവാസി വഅദിമിഹി, ഖബർ വാഹിദുകൊണ്ട് ഖാസാക്കാൻ പറ്റൂന്നോ പറ്റൂലെന്നോ ജായിസാന്നൊന്നും ഇവർ പറഞ്ഞിട്ടില്ല. ഉണ്ടാകുന്നു ലന ഞമ്മക്കൽ തെളിവുണ്ട്. എന്താ തെളിവ്? തഖ്സീസ് ഖൗലിഹി തആല,
അള്ളാഹുവിന്റെ വാക്കിൽ തഖ്സീസാക്കിയതുപോലെ എന്താ അള്ളാഹിന്റെ വാക്ക്? യൂസീകുമുല്ലാഹു ഫീ ഔലാദിക്കും ഇലഖ്. അത് അവസാനം വരെ ഓതാ. ഇവിടെ അള്ളാഹു നിങ്ങളോട് വസീയത്ത് ചെയ്യും ഈ ഔലാദിക്കും നിങ്ങളെ മക്കളിൽ എന്നാണ്. ഈ ഔലാദ് എന്ന് പറയുന്ന ഈ ആയത്ത് അശ്ശാമിലി അത് ഉൾപ്പെടുത്തുന്നതാണ് ലിൽ വലദിൽ കാഫിരി. കാഫിന്റെ കുട്ടിയും അതിൽ ഉൾപ്പെടും. അപ്പൊ അത് ആമാണ്, എല്ലാം വിട്ടു. ഇങ്ങനെ വരുമ്പോൾ ഇതിനെ തഖ്സീസാക്കാൻ പോവുകയാണ്. എന്തുകൊണ്ട്? ബി ഹദീസി സ്വഹീഹൈനി, സ്വഹീഹായ ഹദീസ് കൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഈ ആയത്തിനെ തഖ്സീസാക്കുന്നത്. ലാ യരിസുൽ മുസ്ലിമു അൽ കാഫിറ വലൽ കാഫിറു അൽ മുസ്ലിം എന്നൊരു ഹദീസ് ഉണ്ടല്ലോ. മുസ്ലിമായ ഒരാളെ സ്വത്ത് കാഫിറു അനന്തരെടുക്കൂല, കാഫിറായ ഒരാളെ സ്വത്ത് മുസ്ലിമും അനന്തരെടുക്കൂല, ഇങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ മുസ്ലിമിന്റെ സ്വത്ത് മുസ്ലിം കാഫിറിനെ അനന്തരെടുക്കൂല, കാഫിർ മുസ്ലിമിന് അനന്തരം എടുക്കൂല എന്ന് പറയുമ്പോൾ യൂസീക്കുമുല്ലാഹു ഫീ ഔലാദിക്കും ഫീ ഔലാദിക്കും എന്നുള്ളതില് കാഫിറിന്റെ കുട്ടി ഒഴിവാക്കി. അപ്പൊ തഖ്സീസാക്കിയ ആമിനെ ഇത് ഹദീസ് കൊണ്ടാണ് ഈ ആയത്തിനെ തഖ്സീസാക്കിയത്. പറ്റുന്നത് തെളിവല്ലേ എന്നാണ്. വയത്തിൽ ഖിലാഫു ഫീ തഖ്സീസിൽ മുതവാത്തിറതി ബി ഖബറിൽ വാഹിദി. ഖബർ വാഹിദ് കൊണ്ട് മുതവാത്തിറായ ഹദീസിനെ തഖ്സീസാക്കാൻ പറ്റുമോലെ എന്നുള്ള അഭിപ്രായം ഇവിടെയും വരും. കമാ യൂഖദു മിൻ കലാമിൽ ഖാദിൽ ബാഖില്ലാനി, ഖാദിൽ ബാഖില്ലാനി അവരുടെ വാക്കിൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്നത് പോലെ, സുമ്മൽ ബൈളാവി പിന്നെ ബൈളാമി ഇമാമിന്റെ വാക്കിൽ നിന്നും മനസ്സിലാക്കപ്പെടുന്നത് പോലെ, സിയാദത്തൻ അലാ ഇമാമിഹി തന്റെ ഇമാമായ ഇമാം റാസിയേക്കാൾ കൂടുതലായിട്ട് ബൈളാവി ഇമാമും പറഞ്ഞതിൽ നിന്നും അങ്ങനെ മനസ്സിലാകുന്നത്. അപ്പോ ഖബറുവായതുകൊണ്ട് മുത്തവാത്തിന്റെ തഖ്സീസാക്കുന്ന വിഷയത്തിൽ ഖിലാഫൊക്കെ വരും. വയജൂസു തഖ്സീസു കിതാബിൻ ഔ സുന്നത്തിൻ ബിൽ ഖിയാസ്. കിതാബിനെയോ സുന്നത്തിനെയോ തഖ്സീസാക്കാൻ പറ്റും ബിൽ ഖിയാസ്, ഖിയാസ് കൊണ്ട് പറ്റുമെന്ന്. ഖിയാസ് അൽ മുസ്തനദി ഇലാ നസ്സിൻ ഖാസിൻ, ഖാസ്വായ ഒരു നസ്സിലേക്ക് ചാരാൻ പറ്റുന്ന രൂപത്തിലുള്ള ഖിയാസ് ആയിരിക്കണം. വലൂക്കാന ഖബറ വാഹിദിൻ, ഖാസായ നസ് ഖബർ വാഹിദായാലും വേണ്ടില്ല, ഖാസായ നസ് അവിടെ വേണം. ആ നസ്സിലേക്ക് ചേർക്കാൻ പറ്റുന്ന ഖിയാസ് ആയിരിക്കണം. അത്തരം ഖിയാസ് കൊണ്ട് സുന്നത്തിനെയും കിതാബിനെയും ഒക്കെ തഖ്സീസാക്കാൻ പറ്റും എന്നാണ്. അത് നസ്സായർ ഖാസ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? അസ്ലിന്റെ വിധിയാണത്. അസ്ലിന്റെ വിധിയുടെ ദലീലാണ് ഖാസായ നസ് എന്ന് പറഞ്ഞത്. ഈ ഖിയാസ് ഇവിടെ ആക്കണമെങ്കിൽ മറ്റൊന്നും നമുക്ക് ആക്കുമ്പോൾ അതിന്റെ അസ്ലിന്റെ വിധി ഉണ്ട് അവിടെ. ആ വിധിന്റെ ദലീല് വെച്ചുകൊണ്ടാണ് എന്താണത് ഈ ഖിയാസ് ഇവിടെ വരുത്തിയത്. അങ്ങനത്തെ ഖിയാസ് കൊണ്ടായിരിക്കണം എന്നാ ഇവിടെ അഭിപ്രായമൊക്കെ ഉണ്ട് കേട്ടോ. ഖിലാഫലിൽ ഇമാം റാസി തങ്ങളെതിരാ ഫീ മൻഇഹി ദാലിക, മൂപ്പര് പറയുന്നത് പറ്റൂല എന്നാ. ഖിയാസ് കൊണ്ട് ഖാസാക്കാൻ പറ്റൂല, തഖ്സീസാക്കാൻ പറ്റൂല, കിതാബ് സുന്നത്തി എന്ന വാക്കിൽ മൂപ്പരെതിരാ. മുത്തലഖൻ, അവിടെ നിബന്ധനയൊന്നുമില്ല, നിരുപാധികം മുത്തലഖ്. ഇത് പറയുന്നതിന് എപ്പോഴാ ബഅദ അൻ ജവസഹു, പറ്റുമെന്ന് മഹാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ പറ്റൂലെന്ന്. എന്താ പറ്റൂലെന്ന കാരണം എന്ന് വെച്ചാല് ഹദറമിൻ തഖ്ദീമിൽ ഖിയാസി അലൻ നസ്സില്ലദി ഹുവ അസ്ലുഹു ഫിൽ ജുംല. ഫിൽ ജുംലയിൽ ഖിയാസിന് അടിസ്ഥാനമായ നസ് ഉണ്ട്, അത് അസ്. ആ അസിലാകുന്ന നസ്, ആ നസ്സിനേക്കാൾ ഇവിടെ ഖിയാസിനെ മുന്തിക്കൽ വന്നു എന്ന് വരും. അത് അത് പേടിച്ചിട്ടാണ് മൂപ്പര് എന്ത് പറയുന്നത്, പറ്റൂല എന്ന് പറഞ്ഞത്. ആദ്യം പറ്റൂന്ന് പറഞ്ഞു, ഇപ്പൊ പറ്റൂല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കിതാബ് സുന്നത്ത് എന്നുള്ള ആമ് അതല്ലേ നസ്സായത്. ആ നസ്സിനേക്കാൾ മുന്തിക്കല് ഖിയാസ്, അത് പറ്റൂല. അങ്ങനെ പിന്നെ അപകടമാണ്. ഒരു ജുബായി അബി അലി, ജുബായി അബി അലി എന്നവർക്കും എതിരാ, മൂപ്പരും എതിരാ. ഫീ മൻഇഹി ദാലിക, മൂപ്പരെന്താ ജുബായി അതിനെ തടഞ്ഞു, പറ്റൂല എന്ന് പറയുന്നത്. പക്ഷെ മുത്തലഖല്ല മൂപ്പര്. ഇൻകാരൽ ഖിയാസു, ഖിയാസ് ഖഫിയാണെങ്കിൽ, ഖിയാസ് രണ്ടെണ്ണം ഉണ്ട്, അതിൽ ഖഫിയാണെങ്കിൽ പറ്റൂല എന്ന മൂപ്പരവാദം.
എന്താ അതിന് പറ്റൂല എന്ന് അങ്ങനെ പറയാൻ കാരണം അതിൽ ലൈഫിഹി ഖഫിയായ ഖിയാസ് പറയുമ്പോൾ ലൈഫാണ്, അതുകൊണ്ട് ദുർബലമാണ്, ശക്തമല്ല, അതോടെ പറ്റൂല എന്നുള്ളത്. നേരെ മറിച്ച് ബി ഖിലാഫിൽ ജലിയായ ഖിയാസ് ഉണ്ട്, അതുകൊണ്ട് വിരോധമല്ല, അതുകൊണ്ടാണെങ്കിൽ തഖ്സീസാക്കാൻ പറ്റും അഭിപ്രായം. ഒസയ്യാനി ഖിയാസ് ജലി, ഖിയാസ് ഖഫി, ആ രണ്ടും ബാക്കിൽ വരുന്നുണ്ട്, പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. വഹാദ തഫ്സീലു, ഈ പറഞ്ഞ തഫ്സീൽ എന്ന് പറഞ്ഞാൽ ഖിയാസ് ഖഫിയാണെങ്കിൽ പറ്റൂല അല്ലെങ്കിൽ പറ്റുന്നൊക്കെ പറയുന്ന ഈ തഫ്സീല് മൻഖൂലും അല അൻ ഇബ്നി സുറൈജ്, ഇബ്നു സുറൈജിനെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടതാണ്. വൽ മൻഖൂൽ അനിൽ ജുബ്ബായി ഇമാമിനെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടത് എന്താ? അൽ മൻഉ മുത്ലഖൻ, ഒരിക്കലും പറ്റൂല എന്നൊക്കെ പറഞ്ഞു. ഇൻകാൻ ഖിയാസ് ഖഫിയൻ ലിൽ ബി ഖിലാഫിൽ ജനി എന്ന് പറഞ്ഞ ആ വിശദീകരണം വാസ്തവത്തിൽ ഇബ്നു സുറൈജിനെ തൊട്ട് പറഞ്ഞതാ. ജുബ്ബായി ഇമാമിനെ തൊട്ട് ഉദ്ധരിച്ചാൽ മുത്ലഖ് എന്നാ കൊടുത്തിട്ടുള്ളത്. വഖദ് മസൽ മുസന്നിഫു അലാ ദാലിക ഫി ശറഹൈഹി, മുസന്നിഫ് തന്റെ 2 ഷറഹിലും ഇങ്ങനെയാ പോയിട്ടുള്ളത്. എങ്ങനെ മുത്ലഖ് എന്നൽക്ക് ജുബ്ബായി പറഞ്ഞു ആ വാക്കുമ്പോൾ പോയത്. ഇനി വേറൊരു ഇമാമിനൂടെ ഇതിലുണ്ട്, വലിബിന് അബ്ബാൻ, ഇബ്നു അബ്ബാൻ എന്ന് പറയുന്ന ആളും ഇതിനെതിരാ. മൂപ്പര് പറയും ഇല്ലം യുഖസ്സ, അതിനെ തഖ്സീസ് ആക്കിയിട്ടില്ലെങ്കിൽ മുത്ലഖൻ, അതിനെ തഖ്സീസേ ആക്കിയിട്ടില്ലെങ്കിൽ മുത്ലഖ് എന്നൽക്ക് എന്തില്ല, തഖ്സീസ് പറ്റൂല ഖിയാസ് കൊണ്ട് എന്നുള്ളതാ. അപ്പൊ ബി ഖിലാഫി വ ഖുസ്സ, അത് തഖ്സീസ് ആക്കി നോക്കുക, എന്താ പിന്നെതിരാ. തീരെ തഖ്സീസ് ആക്കിയിട്ടില്ല എങ്കിൽ പറ്റൂല എന്നല്ല പറഞ്ഞു. തഖ്സീസ് ആക്കിയിട്ടുണ്ടെങ്കിലോ അപ്പൊ ഖിയാസ് കൊണ്ട് പറ്റും. ഫയജൂസു, അപ്പൊ അത് പറ്റും. ലിദ്ദുഅഫി ദലാലതിഹി ഹീനഇദിൻ, ഖിയാസ് കൊണ്ട് അപ്പൊ പറ്റാൻ കാരണം തീരെ ഖാസാക്കിയിട്ടില്ലെങ്കിൽ ഖിയാസ് കൊണ്ട് പറ്റൂലായിരുന്നു. അത് അതിന്റെ ദലാലത്ത് ദുഅഫാണ്, അതുകൊണ്ടാണ് പറ്റൂലാറുന്നത്. ഖാസാക്കിയാലോ കുഴപ്പമില്ല. അപ്പോ ഖിയാസിന്റെ ദലാലത്ത് ദുഅഫാ, അതോട് പറ്റൂല. കാരണം അതാ. എങ്കിൽ ഇവിടെ ബഹു രസമുണ്ട്. വഖദ് അത്ലഖൽ ജവാസ ഹുന, ഖബർ വാഹിദ് കൊണ്ട് അല്ല ഖിയാസ് കൊണ്ട് തഖ്സീസ് ആക്കുന്നിടത്ത് മൂപ്പര് ഇത്ലാഖ് ആക്കിയിട്ടാ പറഞ്ഞു, മുത്ലഖ് എന്ന പറഞ്ഞു, ഖിയാസ് കൊണ്ട് പറ്റൂല. ഖയ്യദൂ ബി ഖബർ വാഹിദി, ഖബർ വാഹിദിൽ മൂപ്പര് അവിടെ തഖ്സീസ് ആക്കുന്നതിന് ഖൈദ് കൊടുത്തു. എന്തുകൊണ്ട്? ബിൽ ഖാത്തിഇ, ഖാത്തിഇയായത് കൊണ്ട് തഖ്സീസ് ആക്കണം എന്ന് പറഞ്ഞ അവിടെ കൊടുത്തു. ഇവിടെ മുത്ലഖെന്നും പറഞ്ഞു. കമാ തഖദ്ദമ, ഖാത്തിയ കൊണ്ട് ഖബർ വാഹിദിൽ ഖൈദ് കൊടുത്തു പറഞ്ഞ പോലെ. എന്താ അങ്ങനെ പറയാൻ? അന്നൽ ഖിയാസ് എന്തോ അഖ്വാ മിൻ ഖബർ വാഹിദി, ഇവിടെ ഖിയാസ് കൊണ്ട് മുത്ലഖൻ എന്ന് പറയാൻ കാരണം മൂപ്പരുടെ അടുക്കൽ ഖിയാസ് എന്നുള്ളത് വലിയ ശക്തമായ തെളിവാ. മിൻ ഖബറിൽ വാഹിദി, ഖബർ വാഹിദിനേക്കാൾ. പക്ഷെ അവിടെ നിബന്ധനയുണ്ട്, മാലിൻ യക്കുൻ റാവീഹി ഫഖീഹൻ, ഖബർ വാഹിദിന്റെ ഹദീസ് റിപ്പോർട്ടകൻ അറിവുള്ള ആളായിട്ടില്ലെങ്കിൽ. അറിവുള്ള ആളാണെങ്കിലോ അപ്പൊ പിന്നെ ഖിയാസിനേക്കാളും ശക്തം ഖബർ വാഹിദ് തന്നെയാണ്. അതില്ലാത്ത കാലത്തോളം ഖബർ വാഹിദിനേക്കാൾ ശക്തമായത് ഖിയാസാണ്. അതുകൊണ്ടാണ് ഖിയാസിനെ മുത്ലഖൻ എന്നിവിടെ കൊടുത്തത്. വഖിലാഫൻ ലിഖൗമിൻ ഫീ മൻഇഹിം, ഒരു പറ്റം ഖൗമിന് എതിരാ, അവരും തടഞ്ഞിട്ടുണ്ട്. എന്ത് വിഷയം? തടയുന്ന വിഷയത്തിൽ അവർക്കെതിരാ. ഇല്ലം യകുൻ അസ്ലുഹു, ഈ ഖിയാസിന്റെ അസ്ല് ആയിട്ടില്ലെങ്കിൽ. അസ്ൽ എന്ന് പറഞ്ഞാൽ ഓവൽ മഖീസു അലൈഹ, ഇതിന് ഏതൊന്നിന്റെ മേലോ ഖിയാസാക്കപ്പെടുന്നെങ്കിൽ അതല്ലേ അസ്ല്. ആ മഖീസ് അലൈഹി ആയിട്ടില്ലെങ്കിൽ, മുഖസ്സസൻ മിനൽ ഉമൂമി, ഉമൂമിൽ നിന്ന് തഖ്സീസാക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഖിയാസ് കൊണ്ട് തഖ്സീസാക്കാൻ പറ്റൂല എന്നാണ്. ഉമൂമിൽ നിന്ന് മുഖസ്സസായിട്ടില്ല എന്ന് പറഞ്ഞാൽ മുഖ്റജം മിൻഹു, ഉമൂമിൽ നിന്ന് പുറപ്പെടുവിക്കപ്പെടുക. എന്തുകൊണ്ട്? ബിനസ്സിൻ,
നെസ് കൊണ്ട്. അപ്പോൾ നെസ്സായതുകൊണ്ട് ഉമൂമിൽ നിന്ന് അസ്ലിനെ തഖ്സീസാക്കിയിട്ടില്ല എങ്കിൽ ഖിയാസ് കൊണ്ട് തഖ്സീസാക്കുന്ന പരിപാടി പറ്റില്ല. നെസ് കൊണ്ട് അസ്ലിനെ തഖ്സീസാക്കാതിരിക്കുന്ന രൂപങ്ങൾ ബി അല്ലൻ യുഖസ്സ, തീരെ തഖ്സീസാക്കാതിരിക്കാം. അല്ലെങ്കിൽ ഔ ഖുസ്സ മിൻഹു, ആമിൽ ഉമൂമിൽ നിന്ന് തഖ്സീസാക്കി, പക്ഷെ ഗൈറു അസ്ലിൻ, അസ്ൽ ഖിയാസി, ഖിയാസിന്റെ അസ്ലിനെയല്ല മറ്റൊന്നിനെയാണ്. ബി ഖിലാഫി അസ്ലിഹി, ഖിയാസിന്റെ അസ്ലിനെ തഖ്സീസാക്കുന്ന നേരെ എത്തിയിട്ട്. അങ്ങനെ വരുമ്പോൾ ഫകാന തഖ്സീസു, അസ്ലിനെ തഖ്സീസാക്കുമ്പോ അത് ബി നെസ്സിഹി, അത് അതിന്റെ നെസ് കൊണ്ടായിരിക്കും തഖ്സീസാക്കുക. ഇങ്ങനെയൊക്കെയാണ് ഒരു കൂട്ടർ പറയുന്നത്. ഒലിൽ കർഹി, കർഹിക്കും എതിരാണ് ഇവിടെ. ഫി മൻഇഹി, മൂപ്പരും തടഞ്ഞതിൽ. ഇപ്പോ എല്ലാം യുഹസ്സബി മുൻഫസിൽ, മുൻഫസിലായതുകൊണ്ട് തഖ്സീസാക്കിയിട്ടില്ലെങ്കിൽ പറ്റൂല. മുൻഫസിൽ കൊണ്ട് തഖ്സീസാക്കിയെന്ന് വെക്കാം, എന്നാ പിന്നെ ഖിയാസ് കൊണ്ട് പറ്റും. ഈ മുൻഫസിൽ കൊണ്ട് തഖ്സീസാക്കിയിട്ടില്ല എന്നല്ല നമുക്ക് എങ്ങനെയൊക്കെ തസ്വൂറാക്കാം? അല്ല യുഹസ്സ, തീരെ തഖ്സീസാക്കിയിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ ഹുസ്സ തഖ്സീസാക്കി മുത്തസിൽ, മുത്തസിൽ കൊണ്ടാണ് തഖ്സീസാക്കുക, മുൻഫസിൽ കൊണ്ടല്ല. ബി ഖിലാഫിൽ മുൻഫസിലി, മുൻഫസിലിന് നേരെ എതിര്. മുൻഫസിൽ കൊണ്ട് തഖ്സീസാക്കിയാലോ എന്നാ പിന്നെ ഖിയാസ് കൊണ്ട് പറ്റുന്ന എന്താ ദലാലത്തിൽ ആമിഹീനൈദിൻ. മുൻഫസിൽ കൊണ്ട് തഖ്സീസാക്കുമ്പോൾ ആമിന്റെ ദലാലത്ത് അവിടെ ദുർബലതയാണ്. അപ്പൊ അത് ശക്തി കൂട്ടണമെങ്കിൽ ഖിയാസ് കൊണ്ട് കൊടുക്കാം, അതില്ലേ പറ്റൂല. وتوقف إمام الحرمين عن القول بالجواز وعدمه. ഇമാം ഹറമൈനി തങ്ങൾ ഒന്നും പറഞ്ഞില്ല ഖിയാസ് കൊണ്ട് തഖ്സീസാക്കാൻ പറ്റുമെന്നോ പറ്റൂല എന്നൊന്നും മിണ്ടിയില്ല. ആ വാക്ക് എന്നെയും ഉച്ചരിച്ചിലുണ്ടാകുന്നു. എങ്കിൽ നമുക്കിവിടെ തെളിവുണ്ട്. അന്ന അഅ്മാല ദലീലൈനി, 2 ലക്ഷ്യം, അതായത് ഖിയാസ് കൊണ്ട് ഖാസാക്കുക പിന്നെ ഉമൂമും, ഇങ്ങനെ ഈ 2 ദലീലിന്റെ പ്രവർത്തികൾ ഔല, അത് ഏറ്റവും നല്ലതാണ്. മിൻ ഇൽഗാഇ അഹദിഹിമ, 2ൽ ഒന്നിനെ കളയുന്നതിനേക്കാൾ. അപ്പൊ ഖിയാസോണ്ടും ചെയ്യാം, ഉമൂമിന്റെ ദലാലത്തുകൊണ്ടും നമുക്ക് എന്ത് ചെയ്യാം, സംഗതി അമൽ ചെയ്യാം. വഖദ് ഖുസ്സ മിൻ ഖൗലിഹി തആല, അല്ലാഹു തആലന്റെ വാക്കിൽ തഖ്സീസാക്കിയിട്ടുണ്ടല്ലോ. അസ്സാനിയത്തു വസ്സാനി ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമാ 100 ജൽദ, 100 അടി അടിക്കണം ആരെ, വ്യഭിചാരിയായ അല്ലെങ്കിൽ വ്യഭിചരിച്ച ആണ് പെണ്ണ്, ഇവരെ 100 അടി ഓരോരുത്തരെ അടിക്കണം എന്നാണ്. അതിൽ തഖ്സീസാക്കി. എന്നിട്ട് പറയുന്നു അൽ അമത്തു ഫഅലൈഹ നിസ്ഫു ദാലിക, അടിമ സ്ത്രീക്ക് അവൾക്ക് നേരെ ഇതിന്റെ പകുതിയാണ് എന്നാണ്. ഈ പറയുന്നതിൽ ഈ ആയത്തിനെ തഖ്സീസാക്കിയത് ബി ഖൗലിഹി തആല, അള്ളാന്റെ വാക്കുകൊണ്ട് തന്നെ തഖ്സീസാക്കിയല്ലോ. എന്ത്? ഫഇദാ അഹ്സന ഫഇൻ അതൈന ബിഫാഹിഷത്തിൻ വഅലൈഹിന്ന നിസ്ഫു മാ അലൽ മുഹ്സനാത്തി മിനൽ അദാബ് എന്ന. ഇവിടെ തഖ്സീസാക്കി എന്തുകൊണ്ടാ? ഫഇദാ അഹ്സൻ, അവര് സാനി മുഹ്സിനായാൽ, അങ്ങനെ അതായത് വിവാഹം ചെയ്തവരായാൽ, എന്നിട്ട് വടക്കായ ഒരു കാര്യം അവർ ചെയ്താൽ, എന്നാൽ പിന്നെ അലൈഹിന്ന നിസ്ഫു മാ അലൽ മുഹ്സനാത്തി മിനൽ അദാബ് എന്ന. സാനി മുഹ്സിന് കിട്ടുന്ന ശിക്ഷയെ ഉണ്ടല്ലോ, അതിനെ മേൽ പകുതിയാ കൊടുക്കുക ഇവർക്ക് എന്നാ. ഇവിടെ അടിമ സ്ത്രീയെ കുറിച്ച് അങ്ങനെ തഖ്സീസാക്കി പറഞ്ഞു, അവൾക്ക് പകുതി കൊടുക്കണം എന്നാണ്. എങ്കിൽ ഇവിടെ അബ്ദിന് അടിമ പെടണം. അതെങ്ങനെ കിട്ടുക? ബിൽ ഖിയാസി അലൽ അമത്തി, അമത്തിന്റെ മേൽ ഖിയാസാക്കി അബ്ദിന്. അപ്പൊ അബ്ദിനും അങ്ങനെ തന്നെ സ്വതന്ത്ര സ്ത്രീയോ പുരുഷനോ വിചാരിച്ച 100 അടി.
അടിമയാണെങ്കിൽ പകുതി, അടിമ സ്ത്രീയാണെങ്കിൽ പകുതിയും. അപ്പോ അയിമക്ക് അടിമയും ഖിയാസാക്കിയിട്ട് പകുതി എന്നുള്ളതും അന്യസ്വ അയലൻ, അതും അങ്ങനെ തന്നെ. അടിമയുടെ മേലിൽ പകുതി എന്നല്ല, അപ്പൊ പകുതി ഇങ്ങോട്ടും ഖിയാസാക്കി. ഇങ്ങനെ എന്ത് ചെയ്യുക, ആദ്യം തഖ്സീസാക്കിയിട്ട് പിന്നെ ഖിയാസോടെ തഖ്സീസാക്കുക. ഇങ്ങനെയൊക്കെയുള്ള പരിപാടി പറ്റും എന്നാണ്. അങ്ങനെ ആക്കിയിട്ടുമുണ്ടല്ലോ എന്നാണ്. അപ്പോ ചുരുക്കത്തിൽ പല അഭിപ്രായങ്ങളുണ്ട്. ഖിയാസ് കൊണ്ട് പറ്റും, പലതുകൊണ്ടും പറ്റും. എതിരുള്ളതും നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടെ അവസാനിപ്പിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ എടുത്ത ഈ ക്ലാസുകളിൽ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്ത് മാപ്പാക്കി നമുക്ക് ഉപകരിക്കുന്ന രീതിയിൽ അള്ളാഹു ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ. ബാക്കിയുള്ള ക്ലാസുകളും തുടർന്നെടുക്കുവാൻ അള്ളാഹു ആരോഗ്യം, ആഫിയത്തും ബുദ്ധിയും അത് അതിന്റെ ഹക്ക് പോലെ മനസ്സിലാക്കിയെടുക്കുവാനും ഉപകരിക്കുവാനും തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഈ വോയിസ് ഈ ഗ്രൂപ്പിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ദുആ വസിയ്യത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ജംഇന്റെ 16ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. വയജൂദു തഖ്സീസു, ആമിനെ തഖ്സീസാക്കാൻ പറ്റും. ബിൽ ഫഹ്വ, മഫ്ഹൂം കൊണ്ട്, അതായത് മഫ്ഹൂം മുവാഫഖ. ആ മഫ്ഹൂമുൽ മുവാഫഖത്തുണ്ടെങ്കിൽ അതുകൊണ്ട് ആമിനെ തഖ്സീസാക്കാൻ പറ്റും. അത് ഇജ്മാ, തർക്കല്ല. വയിൻ ഖുൽന അദ്ദലാലത്തു അലി ഖിയാസിയ്യത്തുൻ, ആ ആമിന്റെ മേൽ അറിയിക്കുന്ന ഖാസിന്റെ മേൽ അറിയിക്കുന്നത് ഖിയാസിയാണ് എങ്കിൽ പോലും, അതാണ് നമ്മൾ പറയുന്നത് അദ്ദൽ ബലാലത്തു, അയിമ അറിയിക്കുന്നത് ഖിയാസിയാണ്. ഖിയാസിയാണ് അത് അറിയിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞാൽ പോലും ഇവിടെ പറഞ്ഞ മഫ്ഹൂം മുവാഫഖയാണ് എങ്കിൽ ആമിനെ തഖ്സീസാക്കാൻ പറ്റും. അതിന് ഉദാഹരണം എങ്ങനെ പറയാ, പറയപ്പെടും പോലെ മൻ അസാഅ ഇലൈക ഫഅഖിബ്, വല്ല ഒരുത്തരും നിന്നെ കൊള്ള കുരുത്തക്കേട് കാണിച്ചാൽ ജീവനെ ശിക്ഷിക്കുക എന്നാണ്. ഇവിടെ മൻ അസായിലേക്ക് ഫഅഖിബ് എന്നല്ലേ പറഞ്ഞു. മൻ അസാ ഇവിടെ ആമ്മ, ഇനി തഖ്സീസാക്കാനുള്ള പരിപാടിയുണ്ട്, മാനവുണ്ട്. സുമ്മ യുഖാലു പറയപ്പെടും ഇൻ അസായിലേക്ക് സെയ്ദുൻ, സെയ്ദ് നിന്നെ കൊള്ള വല്ല കുരുത്തക്കേടും കാണിച്ചാൽ ഫലാ തഖുൽ ലഹു ഉഫിൻ, നീ അവനോട് ചേ എന്ന് പറയണ്ട എന്ന. ഇവിടെ ബന്ധു കാണിച്ചു മൻ അസായിലേക്ക ഫഅഖിബ് എന്ന് പറയുന്ന ആമിനെ അതേ മഫ്ഹൂം മുവാഫഖയായി വന്ന മൻ ഇൻ അസാഅ ഇലൈക സെയ്ദുൻ ഫലാ തഖുൽ ലഹു ഉഫിൻ. അവ ആ മഫ്ഹൂം മുവാഫഖയാണ്. ഈ മഫ്ഹൂം മുവാഫഖ കൊണ്ട് മൻ അസായിലേക്ക ഫഅഖിബ് എന്നതിനെ തഖ്സീസാക്കിയിരുന്നു. വകദാലിക, ഈ പറഞ്ഞതുപോലെ തന്നെ ദലീലുൽ ഖിതാബ്, ദലീലുൽ ഖിതാബും എന്താവും തഖ്സീസാക്കും എന്ന് പറഞ്ഞാൽ ഈ മഫ്ഹൂമുൽ മുഖാലഫ. ഇവിടെ പറയുന്ന നേരെ എതിരുള്ള മഫ്ഹൂം, മറ്റേ യോജിച്ചതാണ്, ഈ യോജിക്കാത്ത എതിരാ. യജൂദു തഖ്സീസു ബിഹി ഫിൽ അർജഹി, അഭിപ്രായ വ്യത്യാസം അതിലുണ്ട്. ബലപ്പെട്ട അഭിപ്രായ പ്രകാരം മഫ്ഹൂം മുഖാലഫ കൊണ്ട് ആമിനെ തഖ്സീസാക്കാം എന്നാണ്. വക്കീല, അവിടെ കീലല്ല, പറ്റൂല എന്നാ. കാരണം ലിഅന്ന ദലാലത്തൽ ആമി അലാ മാ ദല്ല അലൈഹിൽ മഫ്ഹൂമു ബിൽ മന്ദൂഖി, മന്ദൂഖ് കൊണ്ട് ഉള്ള മഫ്ഹൂം, മന്ദൂഖിയായ മഫ്ഹൂമില്ലേ, ഈ മന്ദൂഖ് കൊണ്ടുള്ള മഫ്ഹൂം എന്ന് പറഞ്ഞാൽ അർത്ഥമാണ്. ആ മഫ്ഹൂം അറിയിച്ചു, അങ്ങനെ അറിയിച്ച ഒന്നിന്റെ മേലിൽ ആമ് അറിയിക്കുക എന്നുള്ളത് തെറ്റിപ്പോയോണ്ട്. ലിഅന്ന ദലാലത്തൽ ആമി, ആം അറിയിക്കുന്നത് അലാമ ഒന്നിന്റെ മേലിൽ, ദല്ല അലൈഹി ആ ഒന്നിന്റെ മേൽ അറിയിച്ചു. അലൈഹി എന്ന് പറഞ്ഞാൽ ഫർദാണ്. ആ ഫർദിന്റെ മേൽ അറിയിച്ചു. എന്ത്? അൽ മഫ്ഹൂമു, മഫ്ഹൂം അറിയിച്ചു. ആ ഫർദിന്റെ മേൽ മഫ്ഹൂം അറിയിച്ചു. അങ്ങനെ മഫ്ഹൂം അറിയിച്ചതിന്റെ മേലുള്ള ആം അറിയിക്കല് ബിൽ മന്ദൂഖി, ഇവിടുത്തെ മന്ദൂഖ് കൊണ്ടാണ്.
വഹുവ ഈ മന്ദൂഖി എന്ന് പറയുന്നത് മുഖദ്ദമുൻ അലൽ മഫ്ഹൂമി, അത് മഫ്ഹൂമിനേക്കാൾ മുന്തിക്കപ്പെട്ടതല്ലേ, മഫ്ഹൂമിനേക്കാൾ മുന്തിക്കപ്പെട്ടതല്ലേ മന്ദൂഖ്. അപ്പൊ പിന്നെ ഇവിടെ മഫ്ഹൂം മുഖാലഫ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞത് ശരിയല്ല. മന്ദൂഖാണ് മുന്തി വന്നത്. അപ്പൊ ആ മന്ദൂഖ് കൊണ്ട് തന്നെ ഇവിടെ അറിയിക്കലുള്ളൂ, ആറൊന്നുകൊണ്ടില്ല. മഫ്ഹൂം ബാക്കിലാണ് അർത്ഥം. വയുജാബു അങ്ങനെ പറഞ്ഞത് ശരിയല്ല. അതിന് മറുപടി തരാം. ബി അന്നൽ മുഖദ്ദമ അലൈഹി, ഇവിടെ മുന്തിക്കപ്പെട്ടത് മന്ദൂക്ക എന്ന് പറഞ്ഞത് ശരി തന്നെ. പക്ഷെ മന്ദൂക്കും ഖാസ്, അതൊരു ഖാസായൊരു മന്ദൂക്ക, അല്ലാതെ ലാമ ഒന്നല്ല. ഹുവ അത് മിൻ അഫ്രാദിൽ ആമി, ആമിന്റെ ഫർദുകളിൽ പെട്ട ഒന്ന് അല്ല ഇവിടെ മുന്തിയത്. ഇവിടെ ഖാസായ മന്ദൂക്ക വന്നിക്കണ്. നിങ്ങൾ പറയുമ്പോ ആമിന്റെ അഫ്രാദിൽപ്പെട്ട മന്ദൂക്കുണ്ട, അങ്ങനൊന്നുമില്ല ഇവിടെ. അപ്പൊ ഖാസായൊരു മന്ദൂക്ക് മുന്തി വന്നു. ഖാസായൊരു മന്ദൂക്ക് അതിനേക്കാൾ മുന്തിക്കപ്പെട്ടെന്ന് വരുമ്പോ ഫൽ മഫ്ഹൂമു, അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മഫ്ഹൂം മുഖദ്ദമുൻ അലൈഹി, ഈ പറഞ്ഞ മന്ദൂക്കിനേക്കാൾ മുന്തിക്കപ്പെട്ടതല്ലേ. കാരണം ലി അന്ന ഇമാന ദലീലൈനി, രണ്ട് ദലീല് കൊണ്ട് അമൽ ചെയ്യാന്നുള്ളത്. അതായത് രണ്ട് ദലീൽ എന്ന് പറഞ്ഞാല് ഒന്ന് മഫ്ഹൂം മറ്റൊന്ന് ആമ്. ഒന്ന് ആമൊരു ദലീലാണ്, മഫ്ഹൂം ഒരു ദലീലാണ്. ഈ രണ്ട് ദലീല് കൊണ്ട് അമൽ ചെയ്യൽ ഔല മിനൽ ഇൽഗാഇ അഹദിഹിമ, മഫ്ഹൂമിനെ ഒഴിവാക്കുന്നതിനേക്കാൾ നല്ലതല്ലേ. രണ്ടിലൊന്ന് പറഞ്ഞാൽ മഫ്ഹൂമല്ലേ. ആ മഫ്ഹൂമിനെ ഒഴിവാക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് രണ്ടുകൊണ്ടും അമൽ ചെയ്യിപ്പിക്കലല്ലേ എന്നിവിടെ മറുപടി പറയും. ഇവിടെ ഫർദിന്റെ മേൽ എന്ന് പറയുമ്പോൾ ഏതാ ഫർദ് ഇവിടെ അറിയോ? ഫർദിന്റെ മേൽ അറിയിച്ചു ആ ഫർദ് ഏതാ? ഹുവ മാ ദൂനൽ ഖുല്ലത്തൈനി ഹുവ മഫ്ഹൂമുൻ ഇദാ ബലഗൽ മാ ഖുല്ലത്തൈന, ഇദാ ബലഗൽ മാഉ ഖുല്ലത്തൈനി എന്ന് പറഞ്ഞ അതിന്റെ മഫ്ഹൂമാണ് ഏത്? മാ ദൂനൽ ഖുല്ലത്തൈനി എന്നത്. രണ്ട് കൊല്ലത്ത് വെള്ളം എത്തിയാൽ, രണ്ട് കൊല്ലത്ത് വെള്ളം എത്തിയാൽ എന്ന് പറയുമ്പോൾ അതിന്റെ മഫ്ഹൂം എന്താണ്? രണ്ട് കൊല്ലത്ത് താഴെയുള്ള വെള്ളം എന്നല്ലേ. അപ്പൊ രണ്ട് കൊല്ലത്ത് താഴെയുള്ള വെള്ളം എന്ന് പറയുന്നത് ഫർദ. ആ ഫർദിന്റെ മേലിലാണ് എന്ത് ചെയ്ത് മഫ്ഹൂം അറിയിച്ചത്. ആ മഫ്ഹൂം അറിയിച്ചതിന്റെ മേലിൽ ഇവിടെ ആം അറിയിക്കുന്നു. ഇത് ഇദാ ബലഗൽ മാ ഖുല്ലത്തൈനി, ഇദാ ബലഗൽ മാ എന്ന് പറയുന്ന ഇവിടെ ആം ഇവിടെ അറിയിക്കുന്നത് ഇവിടെ മന്ദൂക്കല്ലേ. ഇതാ ബലഗൽ മാഉ ഖുല്ലത്തൈനി മന്ദൂക്കാണല്ലോ എന്നാ. ഇനി മഫ്ഹൂമ് പറഞ്ഞാൽ നോക്ക്, ഇവിടെ വഹുമ എന്ന് പറഞ്ഞത് രണ്ട്, അതായത് രണ്ട് ദലീലാ. ആ രണ്ട് ദലീൽ ഒന്നേതാ മഫ്ഹൂമ്, മറ്റൊന്ന് ആമുമാണ്. അതിൽ മഫ്ഹൂം ഏതാ? ഇദാ ബലഗൽ മാഉ ഖുല്ലത്തൈനി, ഇതാ മഫ്ഹൂമ്. ആം ഏതാണ്? വൽ മാഉ ലാ യുനജ്ജിസുഹു ഷൈഉൻ, വെള്ളത്തെ ഒന്നും നജീസാക്കുകയില്ല എന്ന് പറയുന്ന ആം. ആമില് രണ്ടു കൊല്ലത്തും അതിന്റെ അപ്പുറവും ഉള്ളൊക്കെ വെള്ളം പെട്ടല്ലോ. ഒന്നും നജീസാക്കൂല എന്ന് പറയുന്ന ആമ്, അതൊരു ദലീല്. മറ്റൊന്ന് ഇദാ ബലഗൽ മാ ഖുല്ലത്തൈനി മഫ്ഹൂമ്. ഈ മഫ്ഹൂമ് കൊണ്ട് എന്താക്കിയെന്നറിയാമോ? അൽ മാഉ ലാ യുനജ്ജിസു എന്ന് പറഞ്ഞതിനെ തഖ്സീസാക്കീന. ഇങ്ങനെ രണ്ട് ദലീലായി ഉള്ളത്. ഇനി അവിടെ നിൽക്കട്ടെ, നമുക്ക് ഇവിടെ മഫ്ഹൂമ് കൊണ്ട് മുവാഫഖ് കൊണ്ടായാലും മഫ്ഹൂം മുഖാലഫ കൊണ്ടായാലും ലക്ഷ്യം പിടിക്കുക തഖ്സീസാക്കാന്നല്ലേ. അങ്ങനെ തഖ്സീസാക്കിയത് കാണാലോ. വഖദ് ഖുസ്സ ഹദീസ് ഇബ്നു മാജ, ഇബ്നു മാജയുടെയും അല്ലാത്തവരുടെയും ഹദീസിനെ തഖ്സീസാക്കി. എന്താ ഹദീസ്? അൽ മാഉ ലാ യുനജ്ജിസുഹു ഷൈഉൻ എന്ന് പറഞ്ഞതാണ് ആം. എന്താണ് ആം? ഈ ആമായി ഹദീസിനെ തഖ്സീസാക്കി. ഐ ഖുസ്സ ഉമൂമുൽ മാഇ, വെള്ളം എന്ന് പറയുന്നത് ഉമൂമാണ്. ആ ഉമൂമിനെ തഖ്സീസാക്കി മഫ്ഹൂമി ഷർത്ത് ഫിൽ ഹദീസ് സാനി, രണ്ടാമത്തെ ഹദീസിൽ നിന്ന് ഷർത്ത് ഉണ്ട്, ആ മഫ്ഹൂമുണ്ട്. ഇല്ലാ മാ ഗലബ അലാ റീഹിഹി വതുഅമിഹി വലൗനിഹി എന്ന.
ഒരു വസ്തു വെള്ളത്തെ നജീസാക്കുകയില്ല. എപ്പോ ആ നജീസായ സാധനം വെള്ളത്തിന്റെ വാസനയേക്കാൾ മികച്ചു വന്നു, രുചിയേക്കാൾ മികച്ചു വന്നു, നിറത്തേക്കാൾ രുചിച്ചു വന്നു. ഇങ്ങനെ രുചിച്ചു വന്നാൽ ഒഴികേന്നാണ്, ഇങ്ങനെ വരികയാണ് അല്ലെങ്കിൽ ഇല്ല എന്നാ പറഞ്ഞത്. അവിടെ എന്ത് ചെയ്യുന്നറിയാമോ? വെള്ളത്തെ ഒന്നും നജീസാക്കുകയില്ല. ഇല്ലാമാ വലബ അലാ രീഹി വതഅമിഹി വലൗനി എന്ന് പറഞ്ഞ ഈ ഹദീസ് ആമ്മ ബിമഫ്ഹൂമി ഹദീസ് ഇബ്നു മാജ വൈരി, അതേ ഇബ്നു മാജയുടെയും അല്ലാത്തവരുടെ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് ഇവിടെ ഉണ്ട്. എന്ത്? ഇദാ ബലഗൽ മാഉ ഖുല്ലത്തൈനി ലം യഅ്മിൽ ഖബസ എന്ന്. അപ്പൊ വെള്ളത്തെ ഒന്നും നജീസാക്കുകയില്ല എന്ന് പറയുമ്പോൾ ഇവിടെ എന്തുണ്ട്? ആ ആമിനെ തഖ്സീസാക്കാൻ പോവാ. അതിന്റെ മഫ്ഹൂം ഇദാ ബലഗൽ മാഉ ഖുല്ലത്തൈനി, വെള്ളം 2 കൊല്ലത്തെത്തിയാൽ ലം യഅ്മിൽ ഖബസ, അത് നജസിനെ വഹിക്കുകയില്ല എന്നാണ് ഷർത്ത്. ഈ ഷർത്തിന്റെ ഇതേ മഫ്ഹൂം കൊണ്ട് അൽ മാഅ ലാ യുനജ്ജിസുഹു ഷൈഉൻ എന്ന് പറഞ്ഞ ആമിനെ തഖ്സീസാക്കി. അപ്പൊ വെള്ളത്തെ നജീസാക്കുകയില്ല ഒന്നും എന്ന് പറഞ്ഞത് എവിടെയാ? 2 കൊല്ലത്ത് വെള്ളം എത്തിയടത്ത് എന്നാ. അങ്ങനെ താഴെയാണെങ്കിൽ നേസാക്കും. വയജൂസു തഖ്സീസു, അപ്പൊ അത് കഴിഞ്ഞു. വയജൂസു തഖ്സീസു ബിഫിഇലിഹി അലൈഹിസ്സലാത്തു വസ്സലാം, ഹബീബായ നബിയുടെ പ്രവൃത്തി കൊണ്ട് ആമിനെ തഖ്സീസാക്കാൻ പറ്റും. വതഖരീരിഹി, നബി തങ്ങളുടെ അംഗീകാരമുണ്ടായാലും പറ്റും. അവിടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ബില്ലസഹി ഫീഹിമാ, നബിയുടെ പ്രവൃത്തിയും നബിയുടെ അംഗീകാരം എന്ന കാര്യത്തിൽ അസഹുണ്ട്. അസഹ് പ്രകാരം തഖ്സീസ് പറ്റൂ. ഏതുപോലെ കമാ ഖാല, നബി തങ്ങൾ പറഞ്ഞില്ലേ, അൽ വിസാലു ഹറാമുൻ അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിന്റെ മേലും ഹറാമാണ് തുടർന്ന് നോമ്പ് നോൽക്കാൻ രാവും പകലും മുറിച്ചാതെ. സുമ്മ ഫഅലുഹു, പിന്നെ നബി തങ്ങൾ അത് ചെയ്തു. ഔ അഖറഹു മൻ ഫഅലുഹു, അല്ലെങ്കിൽ അങ്ങനെ തുടർത്തി ചെയ്ത ആളെ, വിസാൽ ചെയ്ത ആളെ അംഗീകരിച്ചു. ഇപ്പോ അൽ വിസാലു ഹറാമുൻ അലാ കുല്ലി മുസ്ലിമിൻ എന്ന് പറഞ്ഞ ആമിനെ സുമ്മ ഫഅലു, പിന്നെ നബി തങ്ങൾ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ് ആ പ്രവൃത്തി കൊണ്ട് ഖാസാക്കി. അത് ഇന്ന് ഒഴിവാണ്. അപ്പൊ അത് ഒഴിച്ചുള്ളതേ ഹറാമ്, അപ്പൊ ഖാസാക്കി. അല്ലെങ്കിൽ നബിതങ്ങൾ എന്തായെന്നറിയാമോ? പ്രവർത്തിച്ച ആളെ അംഗീകരിച്ചു. അപ്പൊ ഇതിനെ അങ്ങനെ പറ്റും. ഈ ആമിനെ നബിന്റെ ഫീല് കൊണ്ടോ തക്രീർ കൊണ്ടോ ഖാസാക്കിയിട്ടുണ്ട്. വക്കീല പറയപ്പെടുന്നു ലാ യുഖസ്സിസാനി, ആ 2 ഖാസാക്കൂല. പിന്നെ എന്താ ചെയ്യാ? ബൽ യൻസിഖാനി ഉക്മൽ ആമി, ആമിന്റെ വിധി അങ്ങോട്ട് ദുർബലപ്പെടുത്തി കളയും. കാരണം അന്നൽ അസ്ല തസാവൻ നാസുഫിൽ ഉക്മി, വിധിയിൽ എല്ലാ ആളുകളും സമമാണല്ലോ. അപ്പൊ ഇവിടെ അൽ വിസാല് ഹറാമുൻ അലാ കുല്ലി മുസ്ലിമിൻ എന്ന ആം, ഇവിടെ വിധി എന്താണ്? ആ വിസാല് ഹറാമെന്നല്ല ആമാണ്. ആമിന്റെ വിധി ഇപ്പൊ എന്താണ്? ഇവിടെ ഈ അഭിപ്രായ പ്രകാരം തഖ്സീസ് അല്ല. അപ്പൊ നബിയുടെ പ്രവൃത്തിയും അംഗീകാരം അതിനെന്താക്കി? ആ വിധിയെ ദുർബലപ്പെടുത്തി കളഞ്ഞു. വജീബ, അതിന് മറുപടിയുണ്ട്. ബി അന്ന തഖ്സീസ, ഇവിടെ നെസ്ക് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ല തഖ്സീസാക്കല. ഔലാമിന നെസ്ഖി, നെസ്ക് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ല തഖ്സീസാക്കി വെക്കുക. എന്താ കാരണം? ലിമാ ഫീഹി, നെസ്ഖ് ചെയ്യുന്നതിനേക്കാൾ തഖ്സീസാക്കാൻ തഖ്സീസിലുണ്ട്. മിൻ എന്ത്? മിൻ ഇമാരി ദലീലേനി, 2 ദലീല് കൊണ്ട് പ്രവർത്തിപ്പിക്കലുണ്ട്. അപ്പൊ ആ 2 ദലീലും അംഗീകരിച്ച് പ്രവർത്തിക്കല്ലേ വേണ്ടത്, നെസ്ഖ് ചെയ്യണ്ട എന്നാ. വൽ അസഖു, ബലപ്പെട്ട അഭിപ്രായം, ഇൻ ഉത്തിഫൽ ആമു അലൽ ഖാസി, ഖാസിന്റെ മേൽ ആമിനെ അത്തബ് ചെയ്താൽ, അപ്പൊ ആമു മഅതൂബും മഅതൂബ് അലി ഖാസുമായി വന്നാൽ, വാകിസുൽ മഷ്ഹൂറു, വാസ്തവത്തിൽ ഖാസിനെ ആമിന്റെ മേൽ അത്തബ് ചെയ്തുകൊണ്ടുള്ളതാണ് മഷ്ഹൂറായി പ്രചാരമുള്ളത്. എങ്കിലും ആമിനെ ഖാസിന്റെ മേൽ അത്തബ് ചെയ്താൽ എന്താ? ലാ യുഖസ്സസുൽ ആമു, ആമിനെ തഖ്സീസാക്കപ്പെടുകയില്ല എന്നാണ്. വക്കീല, അവിടെ അഭിപ്രായമുണ്ട്, യുഖസ്സിസുഹു, തഖ്സീസാക്കും, ഐ യഖ്സുറു അലാ ദാലിക്കൽ ഖാസി, ആ ആമിനെ ആ ഖാസിന്റെ മേലാണ് ചുരുക്കിടും, വേറൊന്നും പോകൂല. എന്തുകൊണ്ട്? വുജൂബിൽ ഇസ്തിറാക്കി ബൈനൽ മഅതൂഫി
വൽ മഅതൂഫ് അലൈഹി എന്ന മഅതൂഫിന്റെയും മഅതൂഫ് അലൈഹിയും ഇടയിൽ കൂറായത് നിർബന്ധമാണല്ലോ. എന്ത് വിഷയത്തിൽ? ഫിൽ ഹുക്മി ഹുക്മിലും വസിഫത്തി വിശേഷണത്തിലും. അപ്പൊ മഅതൂഫ് അലൈഹിന്റെതൊക്കെ ഉണ്ടാകും മഅതൂഫിന്. അതുകൊണ്ട് ആ ഖാസിന്റെ മേലിൽ ആമിനെ ചുരുക്കും എന്നൊരു അഭിപ്രായമുണ്ട്. ഇല്ല എന്നാണ് വിലപ്പെട്ടതും. കൊല്ല നമ്മൾ പറയുന്ന ഫി സിഫത്തിൽ, നിങ്ങൾ പറഞ്ഞ സിഫത്തുലുമെന്ന്, സിഫത്തിലെ പറ്റൂല, മംനൂ ആണ്. പോട്ടെ. ഇനി മിസാൽ ആക്കിസ്. ആക്കിസ് മസ്ഹൂറാന്നല്ലേ പറഞ്ഞത്. ആ ആക്കിസിന്റെ ഉദാഹരണം ഹദീസ് അബി ദാവൂദ വൈരിഹി, അബൂദാവൂദിന്റെയും അല്ലാത്തവരും ഹദീസാണ്. എന്താ ഹദീസ്? ലാ യുഖ്തലു മുസ്ലിം ബി കാഫിർ വലാ ദു അഹദിൻ ഫി അഹദിഹി എന്ന, ഒരു മുസ്ലിമിനെ കാഫിറിന് പകരം കൊല്ലാൻ പറ്റൂല. അതുപോലെ കാഫിറിന്റെ ഉടമ്പടിയുമായി ജീവിക്കുന്ന കാലഘട്ടത്തിൽ അഹദ് നേടിയതായ കാഫിറിനെയും കൊല്ലപ്പെടൂല എന്നാ ഇവിടെ ഉള്ളത്. ഇവിടെ ഇപ്പോ ലാ യുഖ്തലു മുസ്ലിമും ബി കാഫിർ, ഇവിടെ കാഫിർ എന്ന് പറയുന്ന ആമിന്റെ മേലിൽ എന്ത് ചെയ്തു? ആമിന്റെ മേലിൽ ലാ ദു അഹദിൻ ബി അഹദി എന്ന് പറഞ്ഞ ഖാസിനാണ് അത്ഫ് ചെയ്തു. ഇവിടെ ബി കാഫിർ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്ന അനി ബി കാഫിർ ഹറബിയ, ഹറബിയായ കാഫിറിന് പകരം എന്ന, ഹറബിയായ കാഫിറിന് പകരം എന്ന് അവിടെ തഖ്സീസാക്കി. അത് കാഫിർ എന്ന് പറയുമ്പോൾ എല്ലാവരും പെട്ടല്ലോ, എങ്കിൽ അവിടെ തഖ്സീസാക്കിക്കുക അറബിയായ കാഫിർ എന്ന്. അതിൽ ഇജ്മാ, ആ ഖാസിനെ സങ്കല്പിച്ചു കൊടുക്കാനുള്ള തെളിവാണ് ഇജ്മാ. അലാ ഖത്ലിഹി, ദുഅഹദുള്ള ആളെ കൊന്നുകളയ നിർബന്ധമാണ് ബി ഗൈരി ഹറബി, അറബി അല്ലാത്ത കാഫിറിന് പകരം എന്ന്. അറബി അല്ലാത്ത കാഫിറിന് പകരം ദുഅഹദ് ഉള്ള കാഫിറിനെ കൊലപ്പെടുത്തും. അത് ഇജ്മാ ആണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഖാസ് സങ്കല്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞ ആ ഖാസ് പറ്റുന്നു പറഞ്ഞു. ഹറബിയായ കാഫറിന് എന്ത് ചെയ്യൂല? മുസ്ലിമായ ആളെ കൊല്ലൂല. വഖാൽ ഹനഫിയു, അപ്പോൾ ഹനഫി പറയുന്നു യുഖദ്ദറുൽ ഹറബിയു ഫിൽ മഅതൂഫി അലൈഹി, മഅതൂഫ് അലൈഹി ഏതാണ്? ബി കാഫിർ എന്നല്ലേ. ആ ബി കാഫിർ എന്ന് പറയുന്ന മഅതൂഫി അലൈഹിയിൽ ഒരു അറബിയെ സങ്കല്പിച്ചു കൊടുക്കും. ലി വുജൂബിൽ ഇസ്തിറാഖി ബൈന മഅതൂഫൈൻ ഫി സിഫത്തുൽ ഹുക്മി. ഹറാബത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ശത്രുത എന്നാ. ഈ ശത്രുത എന്ന് പറയുന്ന വിധിയുടെ വിശുദ്ധ, ആ വിധിയുടെ വിശേഷണത്തിൽ മഅതൂഫും മഅതൂഫ് അലൈഹിന്റെ ഇടയിൽ കൂറാവ് നിർബന്ധമല്ലേ. അതുകൊണ്ട് മഅതൂഫ് അലൈഹിയിൽ ഒരു ഹറബിയെ സങ്കല്പിച്ചു കൊടുക്കും. അപ്പൊ വലാ യുനാഫി മാ ഖാല ബിഹി, ഇതുകൊണ്ട് പറഞ്ഞ ആള് എതിരാകൂല. ലാ യുനാഫി മാ ഖാല ബിഹി, ഇതുകൊണ്ട് പറഞ്ഞ ഒരാള് പറഞ്ഞതായ ഒന്ന് എതിരാകൂല, ഈ പറഞ്ഞത് അതിനോട് എതിരാകൂല എന്നാ. അതേതാ? മിൻ ഖത്ലിൽ മുസ്ലിമി ബി ദിമ്മി എന്ന, ദിമ്മിയായ കാഫറിന് പകരം മുസ്ലിമിനെ കൊല്ലുക എന്നാ പറഞ്ഞത്. ആ പറഞ്ഞതിനോട് ഈ പറഞ്ഞത് എതിരാകൂല. മിസാലുൽ അവ്വൽ, ആദ്യത്തെ ഉദാഹരണം അയ്യുക്കാല പറയപ്പെടലാണ്. എന്ത്? ലാ യുഖ്തലു ദിമ്മിയു, ദിമ്മിയിനെ കൊല്ലപ്പെടുകയില്ല. ബി ഹറബിയിൻ ബി കാഫിരിൻ, കാഫിറിന് പകരം ദിമ്മിയായ കാഫിറിനെ കൊല്ലൂല. വലൽ മുസ്ലിമോ, മുസ്ലിമിനെയും കൊല്ലൂല. ബി കാഫിരിൻ, കാഫിറിന് പകരം. അപ്പൊ എന്ത് ചെയ്യാ? ഫൽ മുറാദു ബിൽ കാഫിരിൽ അവ്വലി, ആദ്യം പറഞ്ഞ ലാ യുഖ്തലു ദിമ്മി ബിൽ കാഫിരിൻ ഇല്ലോടത്ത് ഹറബി കൊടുക്കണം. ഫയഖൂൽ ഹനഫിയു, അപ്പോൾ ഹനഫി പറയും വൽ മുറാദു ബിൽ കാഫിരി സാനിൽ ഹറബി, രണ്ടാമത്തെ കാഫിർ കൊണ്ട് ഉദ്ദേശിക്കുന്ന അറബി എന്നാണ്. അപ്പൊ ദിമ്മിയായ കാഫറിനെ ഹറബിയായ കാഫറിന് പകരം കൊല്ലൂല, മുസ്ലിമിനെയും അറബിയായ കാഫറിന് കൊല്ലൂല. ഇങ്ങനെയാണ്. ലിവുജൂബിൽ ഇസ്തിറാക്കിൽ മദ്കൂരി, പറയപ്പെട്ടത് എന്താണെന്നറിയാമോ? രണ്ടിലും കൂറാവൽ നിർബന്ധമല്ലേ. അതുകൊണ്ട് വഖദ് തഖദ്ദമത് തംസീലു ബിൽ ഹദീസി, ഹദീസ് കൊണ്ടുള്ള ഉദാഹരണം മുമ്പ് കഴിഞ്ഞു. ലിമസ്അലത്തി അന്നൽ അത്ഫൽ ആമി, എന്തുകൊണ്ട്? ലിമസ്അലത്തി അന്നൽ അത്ഫ, നിശ്ചയമായിട്ടും അത്ഫ് അലൽ ആമി, ആമിന്റെ മുകളിലുള്ളതായ അത്ഫ്
ലാ യഖ്തദി ആമിന്റെ മുകളിലേക്ക് ഖാസനാത്ത് ചെയ്താൽ ലാ യഖ്തദിൽ ഉമൂമിനെ തേടൂല. ഏത് അത്ബ് തേടൂല. ഫിൽ മഅതൂഫി മഅതൂഫിലുള്ള ഉമൂമിനെ തേടൂല. അലൽ അസഹി ബലപ്പെട്ട അഭിപ്രായ പ്രകാരം. അതാ സ്ഥലം. അപ്പോ അത്ഫ് ചെയ്തു എന്തിനെ? ആമിന്റെ മേൽ. എന്നാ ഇവിടെ ഉമൂം ഉണ്ടാവൂല എന്ന് പറഞ്ഞു. മഅതൂഫിൽ ഉമൂമില്ല. വല്ലസഹു ബലപ്പെട്ട അഭിപ്രായം അന്നർജു അൽ ലമീരി ലമീർ മടങ്ങുക എന്നുള്ളത് അവിൽ ബഅദി അല്ലെങ്കിൽ ആമിൽ നിന്ന് ബഅദ് അല്ല ഇങ്ങനെ മടങ്ങുക എന്നുള്ളത് ലാ യുഖസ്സിസു അത് ആമിനെ തഖ്സീസാക്കൂല എന്ന് പറഞ്ഞാൽ അർത്ഥമെന്താ? യഖ്സുറു അലാ ദാലിക്കൽ ബഅദ് ആ ബഅദ് മടങ്ങുമ്പോൾ ആ ബഅദിന്റെ മേൽ ആമിനെ ഖസ്റാക്കും, ചുരുക്കും. എന്തിന്? ഹദറൻ മിൻ മുഖാലഫത്തിൽ ലമീരി ലിമർജിഇഹി. അങ്ങനെ ചുരുക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ ളമീർ അതിന്റെ മർജിഇലേക്ക് മടങ്ങുമ്പോ ആ മർജിഇലേക്ക് ലമീർ എതിരാവല്ല, പേടിക്കും. അങ്ങോട്ടല്ല മടക്കേണ്ടത്. അപ്പൊ എതിരോടെ വരൂലേ? അതിനാണ് ബഅദിന്റെ പേര് ചുരുക്കും പറഞ്ഞത്. തൈക്ക് മടക്കിയേ മതിയല്ലോ. ഓജീബാന് മറുപടി നൽകപ്പെട്ടു. ലാ മഹദൂറ ബിൽ മുഖാലഫത്തി എതിരാകുന്ന കാര്യത്തിൽ ഒരു പേടിയും വേണ്ട. കരീനത്തിന്റെ അവിടെ കരീനത്തുണ്ടല്ലോ, പിന്നെന്തിനാ പേടിക്കണേ? മിസാലു ഈ പറഞ്ഞതിന്റെ ഉദാഹരണം പറയാം. ഖൗലുഹു തആല അല്ലാഹുവിന്റെ വാക്കാണ്. വൽ മുതല്ലഖാതു യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന എന്ന് അല്ലാഹു തആല പറഞ്ഞു. മാ ഖൗലിഹി ബഅദഹു ഈ പറഞ്ഞ വാക്കിന് ശേഷം എന്തിന്റെ വാക്കുണ്ട്? വബുഉലതുഹുന്ന അഹഖു ബറദ്ദിഹിന്ന എന്നല്ല പറഞ്ഞിട്ടുണ്ട്. അങ്ങനതാ രൂപത്തിലുള്ളതായ രീതി. ഇതൊക്കെ അല്ലാഹു തആല പറഞ്ഞ ഉദാഹരണമാണ്. അപ്പൊ അതിനെന്താ മനസ്സിലാക്കാനുള്ളത്? ഫലമീറു ബുഉലതിഹിന്ന ബുഉലതുഹുന്ന എന്നതിന്റെ ലമീർ മടങ്ങുക എവിടുക്കാ? ലിർറജഇയ്യാത്തി റജഇയ്യാത്തിയായ മടക്കെടുക്കാൻ പറ്റുന്ന സ്ത്രീകൾ, അവിടേക്കാണ് ബുഉലതുഹുന്ന എന്ന ലമീർ മടക്കേണ്ടത്. വയശ്മിലു ഖൗലുഹു വൽ മുതല്ലഖാത്ത് എന്ന് പറയുന്ന ആ മുതല്ലഖാത്ത് എന്ന് പറയുന്ന പദമുണ്ടല്ലോ, അത് ഉൾപ്പെടുത്തുന്നതാണ്. അത് ഉൾപ്പെടുത്തും. എന്തിനെ ഉൾപ്പെടുത്തും? വൽ മുതല്ലഖാത്ത് എന്ന് പറയുന്നത് ആമാണ്. ബായിനായ തലാഖിലിരിക്കുന്ന പെണ്ണായാലും മടക്കിയെടുക്കാൻ പറ്റുന്ന പെണ്ണായാലും എന്താണ് അതൊക്കെ ഉൾപ്പെടുത്തുന്ന മുതല്ലഖാത്ത്. അപ്പോ അങ്ങനെ വരുമ്പോൾ തറബുസ് എന്ന് പറയുന്ന പരിപാടി റജഇയ്യത്തായ പെണ്ണിന് മാത്രം പ്രത്യേകമാവൂല. പിന്നെയോ അത് അവളോടും ബന്ധിക്കും, ബാക്കിനായ പെണ്ണിനോടും ബന്ധിക്കും. തറബുസ് അങ്ങനെ വരിക. മഅഹുന്ന വൽ മുതല്ലഖാത്തു എന്ന് പറയുന്നത് ഉൾപ്പെടുത്തുന്നതാണ്. മഅഹുന്ന അവരോടുകൂടെ തന്നെ ബായിനായ സ്ത്രീ ഉൾപ്പെടുത്തും എന്നാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? തഖ്സീസ് പറ്റും എന്നല്ലേ? ആ തഖ്സീസ് പറ്റും. വഖീല പറയപ്പെട്ടിട്ടുണ്ട് ലാ പറ്റൂല. വയുഖദു ഹുക്മുൽ ബാവാഇനി അപ്പൊ ബായിനായിരിക്കുന്ന പെണ്ണുങ്ങൾക്കുള്ള വിധിയെ പിടിക്കപ്പെടും. മിൻ ദലീലിൻ ആഖർ വേറൊരു ദലീൽ പിടിക്കപ്പെടാതിരിക്കുന്നല്ല എന്നാ പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അതിന്റെ കോലം. അപ്പൊ ലമീറോ ബഅദോ മടങ്ങിയാൽ അസക്ക് പ്രകാരം എന്തില്ല? തഖ്സീസില്ല. തഖ്സീസില്ല എങ്കിൽ എന്ത് ചെയ്യും? ആ ബഅദായ തഖ്സീസിന്റെ മേലെ ഖസറിനെ ചുരുക്കും. അപ്പൊ ആം എന്താവൂല? അപ്പൊ അതിന് തഖ്സീസാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ ചുരുക്കത്തിൽ കലാമിന്റെ മഫ്ഹൂമു മുഖാലഫ മഫ്ഹൂമു മുവാഫഖ എന്നതുകൊണ്ടൊക്കെ ആമിനെ തഖ്സീസാക്കാൻ നബിന്റെ പ്രവൃത്തി അംഗീകാരം അതുകൊണ്ട് പറ്റും. പിന്നെ ആമിനെ ഖാസിന്റെ മേൽ അത്ബ് ചെയ്താൽ തഖ്സീസ് ഇല്ല, ഉണ്ട് എന്നൊക്കെ അഭിപ്രായം. പിന്നെ ലമീർ മടങ്ങി അല്ലെങ്കിൽ എന്തായെന്നറിയാമോ? ബഅദ് മടങ്ങി എന്നാ ആമിനെ തഖ്സീസാക്കൂല, ആക്കുമെന്നും ഇങ്ങനെയൊക്കെ പല അഭിപ്രായങ്ങളും അതിലുണ്ട്. ഇങ്ങനെയാണ് ഇന്നത്തെ ക്ലാസ്സിലെ വിഷയം. ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇതുവരെ പറഞ്ഞതിനെ നമ്മിൽ സ്വാലിഹായവരായി സ്വീകരിക്കട്ടെ. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ, അനുഗ്രഹിക്കട്ടെ. ദുആസിയത്തോടുകൂടെ
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.